ഇത് കളയല്ലേ, ഓസ് കളയല്ലേ. അയ്യോ അത് ശരിയല്ലേ, അത് ടാസ്കാ. കല്ല് ഞാൻ ഇതിനെ നടുക്ക് കയറിയതാ. മച്ചാമാരെ നമ്മള് പുതിയ ട്രാക്കാണ് കേട്ടോ. ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല, ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ വഴി കണ്ടുപിടിച്ച് പോകുന്നു. എതിലേ പോകാൻ പറ്റുമെന്ന് നോക്കി പോവാ. പറമ്പുണ്ട്, കുഞ്ഞിൻ്റെ ഒക്കെ പറമ്പാണ്. നൈസ്. എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തിയില്ലേ? അതെ, അതുപോലെ താഴെ വരെയും കൂടെ എത്താം. പോയി വണ്ടിയുടെ ശരിയല്ലേടാ. പോവാം. ഒറ്റ സെക്കൻഡ്. ആ അയ്യപ്പെട്ട ഞാൻ ഈ കയ്യേലും താഴെ പോയനെ. അത് ഇന്നലെ വീണേ ഇവിടെ നമ്മൾ ഇന്നലെ കാല് പോയോ? മുറിഞ്ഞോ? ഇല്ലില്ല. ഇതില് ഞാനും വരട്ടെ. ആ ഞാൻ ഏതാണ്ട് പോലെ നിൽക്കണേ. ചുമ്മാ നിന്നിട്ടൊക്കെ വീഴുന്നു. രാവിലെ പൂസാണ്, അടിച്ച് പൂസാണെന്ന് കുറ്റിടായി വീട്ടുകാരിയൊക്കെ. സ്പൈഡർമാൻ അതിനെ കളഞ്ഞിട്ട് പോയാൽ പോരാ. അത് കടിക്കില്ലാന്ന് തോന്നുന്നു. എങ്ങോട്ട് ഫോട്ടോ അതാ പറഞ്ഞേ, പൊട്ടിച്ച് വിടാം, അങ്ങോട്ട് പോക്കോളൂ. മരത്തെ കയറ്റി വിടാനെ. ഉണ്ണീര് അതിലൂടെ അല്ലേ വരുന്നത്? ഞാനിതിലെന്ന് പറഞ്ഞ ഞാൻ അതിൽ അങ്ങോട്ട് വരിട്ട് ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങി പോട്ടെ. ആ ഏതാ പിന്നെ ഞാൻ പക്ഷെ ആ പരിപാടി ഞങ്ങളിവിടുത്തെ വീട്ടില. ആ പോവാം. അവിടെ പോട്ടെ. ഇവിടെ ചെറിയ കല്ല് മാറ്റിയാൽ നമുക്ക് ഇതിലെ ചാടിപ്പോയിരുന്നു. ആ പിടിവിട്ട് എങ്ങനെയൊക്കെ വരണുണ്ട്. ഇത് എവിടം വരെ ഉണ്ടാ? താഴെ ആ നിരപ്പ് കണ്ടോ? ആ ടൈലെ വട്ടം അങ്ങോട്ട് പോ. ഇത് താഴെ അങ്ങനെ ഇപ്പൊ കയ്യാലൊക്കെ എടുത്ത് ചാടിക്കാല്ലേ? കയ്യാലൊക്കെ എടുത്ത് തന്നെ ഇറക്കാം. അയ്യോ ഞാനും കൂടെ വന്നേരെ. ഞാൻ അങ്ങോട്ടാക്കിയതാ, പക്ഷെ വണ്ടി കിട്ടിയില്ല. നേരെ പോകുന്നു. അത്ര ഹാൻഡ് തിരിഞ്ഞാലേ
വണ്ടി ആ കൂടെ തിരിഞ്ഞ് വരൂല, അങ്ങനെ വള്ളിയുണ്ട്. ഞാനും ഇറങ്ങി അവിടെ വരെ ഇറങ്ങി നിന്നാ ഉള്ളല്ലേ. അയ്യോ അവിടുന്ന് ഒരു പോക്ക് പോയിട്ട് ഇതിനൊരു റേഡിയസ് ഉണ്ട്, ആ റേഡിയസിന്റെ ഉള്ളിൽ നേരെ ഞാൻ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ കിട്ടിയില്ല ചെറിയ ഗ്യാപ്പില്. അപ്പം ബാക്കൊക്കെ പോള് തിരിച്ച് കയറി വന്നില്ലടാ സൈക്കിള്. ഇതിന്റെ പെഡലാണല്ലേ. എടാ പെഡലിന്റെ ഹൈറ്റ് ഉണ്ട്. കയ്യാൽ ഇളക്കി താഴെ പോയെന്ന്. നേരെ തന്നെ വയ്യ ഇറങ്ങി പോലെ. താഴത്തോട്ട് പോയക്കല്ലേ, ഞാൻ ആ കല്ല് പിടിച്ച് താഴെ പോയിപ്പോ. അത് പൊളിച്ച് ഞാൻ ആ കല്ല് പിടിച്ചോട്ട് താഴത്തോട്ട്. പോയാനല്ല വഴി. അതിലൊരു വഴി കാണുന്നുണ്ട്, അതിലെ പോലെ. കല്ലും കൊട്ടൊക്കെ ഇടിച്ച് ചേർത്ത് ഇതിലൂടെ ചാടിപ്പോണേ. ഫ്രണ്ട് എടുത്ത് ഇറക്കാം, കയ്യേല പൊളിക്കണ്ട. ഇത് വേണേ ഇതിലടാ, നേരെ അങ്ങോട്ട് കയറുമോ? മരത്തിന്റെ റൗണ്ടിൽ കറങ്ങാൻ. അതിലേ കറങ്ങാൻ വേണ്ടിയാ. എന്നാ അത് നോക്കാം. കേറില്ല. ആ ഒരു നിരപ്പിൽ നമുക്ക് കറക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. പിന്നെ ബാക്കി തന്നെ താഴെ ഇറങ്ങുവാ. ബാക്കി തന്നെ ഇറങ്ങുമല്ലേ ചെരുവില്. ഈ ഗ്യാപ്പിൽ കൂടെ നേരെ അങ്ങോട്ട് പോലെ വഴിയില്ല. അയ്യോ ഇവിടെ മൊത്തം കാടാണല്ലോ, അതേ വഴി. ഇത് എന്നാ കൊപ്പടാ. ഞാനത് ചാടനേക്ക് മുന്നേ ഞാൻ പറഞ്ഞു വീഴാണ്. ഞാനിറങ്ങിയില്ല പോലെ ഡ്രസ് ആയിപ്പോ അല്ലേ. ഞാന് ഇറങ്ങണേനും മുന്നേ ഞാനവിടെ പറഞ്ഞു വീണു. ചുമ്മാ നിൽക്കുമ്പോഴാണ് അവിടെ കൂടുതൽ വീഴുന്നത്. അത് തന്നെ. വീലടിച്ച് തഴപ്പ്. എൻ്റെ ഉണ്ണിക്കുട്ടന്മാര് തകർന്നു തോന്നുന്നു ആ പരിപാടി. നിങ്ങളാ തോട്ടിലെത്തിയോ? ഇങ്ങനെ തോട്ടിക്കൂടെ ഇറക്കാൻ പറ്റണോ? ഇതേതാ വഴി? എവിടെ പോയി ചാടിയല്ലോ. എടാ 100 കിലോ ഒക്കെ ആക്കിയിട്ട് ഇത് ഇടിക്കാൻ പൊങ്ങിട്ട് വീട് കറക്റ്റ് അതിട്ടടിച്ചായിരിക്കും. മുട്ട പൊട്ടി ബാക്കി പൊങ്ങിയിട്ടേ ഇങ്ങനെ നിർത്തിയതാ. ബാക്കി പൊങ്ങിയിട്ട് ബാക്കി എന്നിട്ട് പൊങ്ങിയിട്ട് അപ്പുറത്തോട്ട് ചാടി. എന്നിട്ട് ഇരുന്ന് കൂടെ കറക്റ്റ് നല്ല ഇടി. ഇവിടെ നിർത്തുക. ഏതാ ജില്ല? ഏത് ജില്ലയാണോ? എവിടെയാടാ എന്നത്? എവിടെയാടാ നമ്മള്? ഇനി വഴി തീർന്നു. ഇവനെ ഇത് ഏത് ജില്ല? എങ്ങോട്ടാ കുഞ്ഞാ പോണ നമ്മള്? ഇനി അങ്ങോട്ട് പോകണേ. അവിടെ എങ്ങാണ്ട് കുറച്ച് വഴി അങ്ങോട്ട് ഇടപെട്ട ആരുടെയും അറിയത്തില്ല. അതിനെ പോയി നോക്കാം. എന്നാ അല്ല ഇതിലായിട്ട് പോയി. ഈ മരക്കുറ്റിക്കിട്ട് വന്ന് ഇടിച്ചെന്നേ ഓർത്തെ. ഇതിലെ വഴിയില്ല, മൊത്തം കാട് പിടിച്ച് അടഞ്ഞു കിടക്കണ്. ഞാൻ വഴിയാന്ന് ഓർത്തെ. ഇപ്പം മച്ചന്മാരെ നിർത്തുകയാണ് പരിപാടി. ട്രാക്ക് പണിയാണ്. ട്രാക്ക് പണി എന്ന് പറഞ്ഞാൽ രസമുള്ള വഴിയാണല്ലേ. വഴി അടിപൊളിയാണ്. പക്ഷെ കണ്ടുപിടിച്ച് ആടെ ഇറങ്ങി ചെല്ലണം. അതാണ് പാട്. പിന്നെ കയ്യാലകളാണ് ഇപ്പം, അതായത് എടുത്തിറക്കണം. ഭയങ്കര ടാസ്ക്. കയ്യാല പൊളിച്ചാൽ ശരിയാവൂല. അതൊരു വെള്ളിയാണ്. പിന്നെ വഴി ആദ്യം കാണുന്ന പോലെ സൈക്കിളായിട്ട് ഇറങ്ങി ചെല്ലുമ്പം ആദ്യം കാണുന്ന പോലെയാണല്ലോ കിടക്കണേ. അറിയാന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ഒന്നും മനസ്സിലാവില്ല. സൈക്കിൾ എന്താണ് ഏതാ സ്ഥലം എന്ന് പോലും മനസ്സിലാവില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് വീഴ്ചയും കിട്ടിയില്ലേ? ആവശ്യത്തിന് വീഴ്ചയും കിട്ടുന്നുണ്ട്.
എൻ്റെ മറ്റേ പെടലറിഞ്ഞത് ഇതായിരിക്കും. അത് സെറ്റായി. അതൊരെണ്ണം. നിനക്ക് പിന്നെ അവിടെ മുറിഞ്ഞില്ല അല്ലേ? എനിക്ക് മുറിവുകളൊന്നുമില്ല. അത് കഴിഞ്ഞ ദിവസം ഉണ്ട് വീണേ എൻ്റെ. അത് പാൻറ് ഇട്ടാൽ മതിയായിരുന്നു കോപ്പ്. പാൻറ് ഇട്ടായിരുന്ന സീനില്ലായിരുന്നു. നീ പിന്നെ ഡ്രിഫ്റ്റ് അടിച്ച് പോയതല്ലേ? ഡ്രിഫ്റ്റ് അടിച്ചു പോയിട്ട് ആ കുഴിയിലേക്ക് പോയത്. ഡ്രിഫ്റ്റ് അടിച്ച് ഓവറായി പോയി. നേരെ കുഴിയിലേക്ക്. ഞാൻ പിന്നെ സൈക്കിള് ചവിട്ടാൻ നോക്കും, എന്നിട്ട് സൈക്കിളിൽ കയറി ഇരിക്കണ കൂടെ പറഞ്ഞ് താഴെ വീഴും. അതായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ അല്ലാണ്ട് വീണ് പിന്നെ ഇടിയും കിട്ടി. അത് നല്ല ഇടിയായിരുന്നു. മറ്റേ ഒരു കട്ടിങ് താഴത്തോട്ട് ചാടിയതല്ലേ? അപ്പൊ കാല് തിന്നിപ്പോ. അത് കാല് തിന്നിപ്പോ. അത് കാല് മുറിവ്. അത് പിന്നെ മറ്റേ ആ തോടിന്റെ അവിടെ ചെന്നപ്പം ഞാൻ നിർത്താൻ നോക്കിയത് അത് നല്ല ഇടിയായിരുന്നു. ഒരുപാട് മണ്ണിക്കണ്ട നല്ല പടിയായിരുന്നു. എന്നാലും ഇനിയിപ്പം കറക്റ്റ് വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞു അല്ലേ? നോക്കട്ടെ. ഇല്ല, പുതിയ ട്രാക്ക് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ട്രാക്കുകൾ കണ്ടുപിടിച്ച് സൈക്കിൾ ഇടണം. അപ്പോൾ ട്രാക്ക് കണ്ടുപിടുത്തം പാടാണല്ലേ? നല്ല പാടാ. കാരണം കമ്പ് സാധനം എല്ലാം കിടക്കുക. അതിൻ്റെയൊക്കെ മേലെ കൂടെ ഇങ്ങനെയൊക്കെ പോകുന്നു. ചുമ്മാ കുഴിയൊക്കെ ഉണ്ട്, അടിയിൽ പോകുന്നതാണ് കുഴിക്കകത്ത്. കാണുന്ന സ്ഥലത്തൂടെ പോകാനും പറ്റില്ലല്ലോ. അത്യാവശ്യം അറിയാവുന്ന സ്ഥലത്തൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യണം. എന്നാൽ ഞങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് കാണാം. മച്ചാന്മാരെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടീക്ക്.